ഗൈസ്, രാവിലെ തന്നെ ഇതാ മഞ്ജു എനിക്ക് ഒരുപാട് ഇഞ്ചക്ഷൻ ഇടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഹലോ ഗൈസ്, രാവിലെ എഴുന്നേറ്റ് ഇതാ മഞ്ജു കൈയിട്ട് വാരിയാണ് ഇവിടെ. സാധാരണ എനിക്ക് 5 മണിക്ക് തന്നെ ബ്ലഡ് സാമ്പിൾ എടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ അന്ന് എനിക്ക് ആ ഒരു സമയത്താണ് എടുത്തിട്ടുള്ളത്. ആ സമയത്ത് എടുത്താലും 2 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ അത് കാനുള്ള ഈ ഒരു ഭാഗത്താണ് ഇട്ടിട്ടുള്ളത്. കൈ ചെരിച്ച് പിടിച്ചാൽ മാത്രമേ സൂചി കറക്റ്റ് ആവുള്ളൂ. പിന്നെ രാവിലെ എഴുന്നേറ്റതല്ലേ, ഒന്ന് പല്ല് തേക്കാം എന്ന് കരുതിയിട്ടതാ ഞാൻ പല്ല് തേക്കുകയാണ്. അപ്പം അമ്മ എനിക്ക് ബ്രഷും ക്ലീനറൊക്കെ എടുത്ത് തന്നപ്പോൾ ഞാൻ പല്ല് തേക്കട്ടെ. പിന്നെ അതെനിക്ക് പോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ തന്നെ എടുത്ത് വയ്ക്കുകയാണ്. സാധാരണ നമുക്ക് ഡിസ്ചാർജ് സമ്മറി രാവിലെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ ഡിസ്ചാർജ് സമ്മറി കിട്ടിയില്ല. അപ്പോൾ ആകെയുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് ഈ ഫ്രെയിം എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയൊക്കെ കൊണ്ടുപോകാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നൂൽപുട്ടും കടലക്കറിയും കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഞങ്ങൾക്ക് ക്യാൻറ്റീനിൽ നൂൽപുട്ടും ദോശയും ഇഡ്ഡലിയാണ് കേട്ടോ വരിക. 2 കൊല്ലമായിട്ട് ഞാൻ ഇഡ്ഡലിയാണ് കഴിച്ചത്. അപ്പോൾ ഒന്ന് നൂൽപുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ ചായയിൽ തീരെ മധുരം ഉണ്ടായിരുന്നില്ല. നൂൽപുട്ട് പിന്നെ ഒപ്പിക്കായിരുന്നു. അപ്പുറത്തെ റൂമിൽ പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ഒരു കുഞ്ഞു കുട്ടി വന്നിട്ടുണ്ട്. അവളാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കൃഷ്ണയെ ഞങ്ങൾ രാവിലെ കണ്ടു. ഞാൻ രാറ്റ പറഞ്ഞു പോവുകയാണ് ഗൈസ്. ഇത് കൃഷ്ണ സിസ്റ്റർ കേട്ടോ. നല്ല കമ്പനിയാണ് ഞങ്ങൾ തമ്മിൽ. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ അമ്മയും ശ്രീകുട്ടിയും കുറേയൊക്കെ ഒതുക്കി വെക്കുകയായിരുന്നു. ഒരു മാസത്തെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ കൊണ്ടുപോകാൻ. ഫ്രെയിമും പിന്നെ മരുന്നുകളും തലെണ്ണയും ബെഡ്ഷീറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ അത് സിസ്റ്റർ വന്നിട്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയായിരുന്നു. ഇവിടെ ബാക്കി വന്നത് ഫുൾ സ്ട്രിപ്പാണ് എങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ റീഫണ്ട് കിട്ടും. പക്ഷെ അതിന്ന് ഒരു ടാബ്ലറ്റെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിൽ പിന്നെ അവർ ക്യാഷൊന്നും തിരിച്ചു തരില്ല. അപ്പോൾ ടാബ്ലറ്റും ബില്ലും ഒക്കെ കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് കിട്ടും കുറച്ചൊക്കെ. ഡിസ്ചാർജ് പോകുമെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ കവിത ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ വന്നു. അപ്പോൾ അങ്കിളും കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. കുറേ നേരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ എനിക്ക് വിശക്കും എന്നുള്ളത്. അപ്പോൾ അമ്മ എനിക്ക് ഓറഞ്ച് ജ്യൂസ് വാങ്ങിത്തന്ന് ഞാൻ ഓറഞ്ച് ജ്യൂസ് കുറച്ച് കുടിച്ചു. അപ്പോഴേക്കും എന്തോ ഭാഗ്യത്തിന് ഉച്ചയായപ്പോഴേക്കും റൗണ്ട്സ് കഴിഞ്ഞത് ആ സമ്മറി കെട്ടി കൃഷ്ണ കൊണ്ടുവന്നു. എൻ്റെ അച്ഛന് സമാധാനമായി ഗൈസ്. അവരവിടെ മെഡിസിനൊക്കെ റെഡി ആക്കുമ്പോഴേക്കിന് ഞാനിവിടെ ഓറഞ്ച് ജ്യൂസും കുടിച്ചിരുന്നു. ബാക്കി എത്ര മരുന്നുകളുണ്ട്, ഇനി എത്ര ദിവസങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ സിസ്റ്റർ ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ, നമ്പർ വെച്ചിട്ട്. അപ്പം അതിനനുസരിച്ചിട്ട് താഴെ പോയിട്ട് അമ്മ വാങ്ങിയാൽ മതി. ഒരു മാസം കിടന്നുകൊണ്ട് തന്നെ ബില്ലിംഗ് ഒക്കെ നല്ല ടഫായിരുന്നു. ഒരുപാട് ക്യാഷ് അടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വെച്ചിട്ടാണ് ഇവർ കാനൽ റിമൂവ് ചെയ്യുക. അപ്പം അമ്പിളി ചേച്ചി വന്നിട്ട് എൻ്റെ കാനൽ റിമൂവ് ചെയ്തു. പിന്നെ നല്ല ടൈറ്റായിട്ട് പ്ലാസ്റ്റർ വെച്ചിട്ട് ഒട്ടിക്കുക ചെയ്യുക. പിന്നെ എന്നെ കാണാൻ വേണ്ടി എൽദോസച്ചായൻ വന്നിട്ടുണ്ടായിരുന്നു. എൽദോസച്ചായൻ്റെ വൈഫ് എൻ്റെ കൂടെ അവിടെ മെയ്റ്റായിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ ആളിപ്പോൾ ഡെത്തായി പോയി. അപ്പോൾ അതിൻ്റെ വിഷമമായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും എ ബ്ലോക്കിൽ നിന്ന് കുറേയൊക്കെ ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ട് മെഡിസിൻസ് വാങ്ങിയിട്ടൊക്കെ അമ്മ തിരിച്ചു വന്നു. പിന്നുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത് വീൽ ചെയർ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ വീൽ ചെയർ വന്നത് ഞാൻ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. വീൽ ചെയർ കാര്യനെ ഞാൻ കാണിക്കണം. അപ്പോൾ ആൾക്ക് നല്ല മടിയാണ് കാണിക്കാൻ. എൻ്റെ അസുരമായിട്ടുള്ള മുകൾ അച്ഛൻ എവിടെ? ബൈ. അങ്ങനെ എല്ലാവരോടും ബൈ ബൈ പറഞ്ഞു. ഒരു മാസത്തിന് ശേഷം ഇതാ ഞാൻ പുറം ലോകം കാണുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫാർമസി. ഇവിടെ നിന്നാണ് ഏറെക്കുറെ മെഡിസിൻസൊക്കെ വാങ്ങാറ്. ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല വെച്ചാൽ പിന്നെ കുറേ ദൂരം പോയിട്ട് വേണം വാങ്ങാൻ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ലിഫ്റ്റ് വെച്ചിട്ട് നമുക്ക് താഴേക്ക് പോവാം. അപ്പോൾ അതാ കാറ് വന്നു. ഞാൻ എങ്ങനെയൊക്കെയോ കയറിയിട്ടുണ്ട് അങ്ങോട്ട്. നിങ്ങൾക്ക് അറിയാലോ എനിക്ക് കാലിന് ബലം കിട്ടുന്നേ ഉള്ളൂ എന്നുള്ളത്. പിന്നെ ഉച്ചയായപ്പോഴേക്കിന് ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങളിത് ചെറിയൊരു കടയിൽ കയറി. അപ്പോൾ അവരെല്ലാവരും കടയിൽ കയറി കഴിച്ചു. എനിക്കുള്ളത് അമ്മ എനിക്ക് കൊണ്ടുവന്ന് തന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് മീൻ വറുത്തത് ഇല്ലാണ്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ നല്ല മീൻ വറുത്തതും പപ്പടും പയറുപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റിൽ ഉരുട്ടി കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നലത്തെ ചോറ്.
കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ നാടനായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്. ക്യാൻറ്റീനത്തെ ഭക്ഷണമൊക്കെ എനിക്ക് മടുത്ത് പോയി കീർത്തിയച്ചാറ് കൂട്ടി കഴിക്കൽ. അപ്പോൾ ഉച്ച നേരമാകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉച്ച മയക്കത്തിലാണ്. അപ്പോൾ കാല് ഞാൻ തൂക്കിയിട്ട നീര് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കാല് കയറ്റി വെച്ചിരിക്കുകയാണ് മടിയിലേക്ക്. അപ്പോൾ കുഞ്ഞാക്കാക്ക ഉണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ, പിന്നെ അത് അച്ഛനും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ നല്ല ചൂടാവുകൊണ്ട് തന്നെ അമ്മമ്മ നല്ല തണ്ണിമത്തൻ ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത ജ്യൂസ് കുടിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു ഗൈസ്. വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ എനിക്കൊരു പകുതി സമാധാനം കിട്ടി. പിന്നെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇതാ സഫ്വാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ അവനെങ്ങനെ ഇട്ട് കളിയൊക്കെ ആയിരുന്നു ഓരോന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവൻ ഞാൻ വന്നത് അറിഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിത് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പാണ് കിട്ടിയിട്ടുള്ളത്, ഒരാഴ്ചത്തെ ഗ്യാപ്പാണ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചെല്ലണം. പിന്നെ പ്ലേറ്റ്ലെറ്റ് എന്തായാലും കുറവൊക്കെ തന്നെയാണ്. എന്നാലും അവർ അറിയാമല്ലോ, ഡോക്ടറിൻ്റെ ഒരു മെൻ്റലി എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് തന്നെ വിട്ടതാണ് 2 ദിവസത്തേക്ക്. പക്ഷേ ഞാൻ ഓക്കെയാണ്, ഹെൽത്തി ആണ്. എങ്കിലും എനിക്കൊരു 1 വീക്ക് ഗ്യാപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ തിങ്കളും വ്യാഴമായിട്ട് ഒരു CBC ടെസ്റ്റ് എടുത്തിട്ട് എന്നോട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്ലേറ്റ്ലെറ്റ് അത്രയ്ക്ക് ഡൗൺ ആണ്, അത്രയും റിസ്കിലാണ് എന്നെ വിട്ടിട്ടുള്ളത്. പിന്നെ തിങ്കളും വ്യാഴമൊക്കെ ആയിട്ട് എനിക്ക് CBC ടെസ്റ്റ് എടുത്തിട്ട് അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ പ്ലേറ്റ്ലെറ്റ് അത്രയ്ക്ക് ഡൗൺ ആണ്. പ്ലേറ്റ്ലെറ്റ് അത്രയും ഡൗൺ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് അവരെന്നെ വിട്ടിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്കറിയാം എൻ്റെ ഫിസിയോതെറാപ്പിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അമ്മയാണ് എന്നെ ഹാൻഡിൽ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. എനിക്ക് ശ്വാസം വിടാനുള്ള പവർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കിയൊക്കെ അമ്മ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ബെഡിലിരുന്നിട്ട് എനിക്ക് ചെറുതായിട്ടൊക്കെ ഞാനിങ്ങനെ ഫിസിയോൻ്റെ പ്രാക്ടീസസൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നല്ലാതെ വേറെ ഒന്നും എനിക്കിപ്പോൾ ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. എനിക്ക് സാച്ചുറേഷൻ കുറഞ്ഞ് പിന്നെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒന്നും ഇപ്പോൾ ചെയ്യണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. അപ്പം നടക്കാൻ ആയിട്ടില്ല, ബലക്കുറവ് തന്നെയാണ് ഇപ്പോഴും. അപ്പം അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ കാർഡിയോളജിയിലെ സാറ് എനിക്കൊരു സാരി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷുവിന് ആ സാരിയാണ് കൊടുക്കാൻ പോണത്. അത് ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഞാൻ നാളെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ചെറിയൊരു കണി എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരിക്കുള്ളൂ. പടക്കൊന്നും പൊട്ടിക്കുന്നുണ്ടായിരിക്കില്ല കേട്ടോ. അത് ഭയങ്കര എന്താണ് നോയിസ് പൊല്യൂഷനും പിന്നെ എനിക്ക് ശ്വസിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പടക്കമൊന്നും പൊട്ടിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കുകയാണ്. കാരണം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പോയി അഡ്മിറ്റ് ആവേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ ഒരു ആഴ്ച എനിക്കൊരു ഗ്യാപ്പൊക്കെ ഉണ്ട് ഇവിടെ വീട്ടിൽ നിൽക്കാൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാനും നല്ല ചോറൊക്കെ കഴിക്കാനും ഒക്കെ ഉള്ളൊരു ഗ്യാപ്പ് തന്നിട്ടുണ്ട്. ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. ചക്ക വെച്ചിട്ട് ഇങ്ങനെ ചക്ക വറുത്തതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മമ്മ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ എനിക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അടുത്തതൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആൻഡ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ.